KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ പ്രൈവറ്റ് ബസ്സുകാരുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ്. കൂത്താട്ടുകുളം പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കൂത്താട്ടുകുളം മിഷനിലൂടെ കാണാം. ഞങ്ങളുടെ ഇപ്പോഴത്തെ വണ്ടിയുടെ സാഹചര്യം അനുസരിച്ച് നിലവിൽ ഒരു കളക്ഷനും ഇല്ല. ഞങ്ങളുടെ വണ്ടി കാലിയായി കിടക്കണുണ്ടല്ലേ. ഇപ്പോ ഞങ്ങള് എറണാകുളത്ത് നിന്ന് തന്നെയാണ്. എറണാകുളത്തിന് വരുമ്പോ തന്നെ നമ്മുടെ വൈറ്റ്ല ഹബില് KSRTC ഞങ്ങളുടെ സെയിം ടൈമില് അവർക്ക് ഫ്രീ ആണ് താനും. ഞങ്ങളുടെ സെയിം ടൈമില് ഫ്രണ്ടേ ഫ്രണ്ടേ പോന്നിട്ട് അവര് ആളെ എടുത്തിട്ട് പോരുന്നു, ഞങ്ങൾ കാലിക്ക് പോരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പോയിലോട്ട് ഞങ്ങളുടെ ഫ്രണ്ടില് ഒരു കൂത്താളം വണ്ടി എറണാകുളത്ത് നിന്ന് ഞങ്ങളുടെ ഒപ്പം പോകുന്ന തലക്കിന് വന്നിട്ട് ഇപ്പൊ കയറിയിട്ടുണ്ട്. അവനുള്ള ആളെ മൊത്തം എടുത്തോണ്ട് വരുന്നു. അവന് ഫ്രീ അല്ലേ. ഞങ്ങള് കാലിക്ക് ഓടിച്ചോണ്ട് കിടക്കുന്നു. കളക്ഷൻ പകുതി കുറഞ്ഞു. ഇപ്പൊ ഡീസലിന് വില കൂടുതല്. ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾക്ക് പട്ടിണിയാവുന്ന ഒരവസ്ഥ നിന്ന് പോവും. അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇപ്പൊ സാഹചര്യം അനുസരിച്ച് എന്തായാലും നിന്നു. ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം എടയാറ് വഴി ഓടുന്ന ഒരു എറണാകുളം ബസ് ഉണ്ട്. അത് ഓടുന്നില്ല, ആളില്ല. അപ്പൊ അത് ഓടുന്നില്ല. ഇപ്പൊ ഞങ്ങള് വന്നത് ഞങ്ങൾക്ക് പണിക്കാശ് എന്തെങ്കിലും കിട്ടണം, വീട്ടിലായിട്ട് കാര്യങ്ങൾ നടക്കണ്ടേ. അത് കാരണം ഞങ്ങൾ ഓടി വന്നത്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വണ്ടി ഓടിക്കാതെ പറ്റത്തില്ല. ഞങ്ങൾക്ക് വേറൊരു തൊഴിലും അറിയില്ല. ഇപ്പൊ ഗവൺമെന്റ് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരുപാട് ജീവനക്കാർ പട്ടിണിയാവും. ആ പട്ടിണിയായ സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വണ്ടി കളക്ഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. പണിക്കാരെ രാവിലെ വരുന്ന വൈകുന്നേരം പോകുന്ന ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കം പേര് വല്ലതും KSRTC ഇല്ലാത്ത വഴിക്ക് കയറിയാലേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രശ്നം മുന്നോട്ട് പോയി നിന്നു. കൊറോണ കാലത്ത് വണ്ടികൾ കയറി കിടന്ന പോലെ തന്നെ കയറ്റിയുടേതായ സാഹചര്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. കളക്ഷൻ 12,500 രൂപ വെച്ച് കുറവാണ്. നമുക്ക് മൊത്തം 6-7 വണ്ടിയുണ്ട്. അതില് 3000 രൂപ വരെ കുറഞ്ഞ വണ്ടികൾ വരുന്നുണ്ട്. 10 രൂപ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയൊക്കെ 6,500 രൂപ ഒറ്റയടി കളക്ഷൻ കുറഞ്ഞ വണ്ടികളുണ്ട്. ബാലൻസ് തീരെ കുറവാണ്. ഓടിക്കഴിഞ്ഞാൽ ഡീസൽ അടിക്കാനും ഒക്കെ ഉള്ള ഇപ്പം നിലവിൽ എല്ലാം പൊതുവുള്ള എല്ലാ വണ്ടിയും കിട്ടും. ബാലൻസ് ഇല്ല, മുതലാളിക്കൊരു മെച്ചല്ല. ഇട്ട് ഓടിച്ചോണ്ട് നടക്കാന്നുള്ളൂ. ഇത് അനുവദിക്കുന്നതിന് മുന്നേ തന്നെ പ്രൈവറ്റ് പ്രസ്ഥാനം മുഴുവൻ നഷ്ടത്തിലാണല്ലോ. ഇതിലൂടെ അനുവദിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഈ വണ്ടി 10-30 മിനിറ്റ് ഇവിടെ ഇതായുള്ള ആളെയായിട്ടൊന്നും ഇത്ര പേരുണ്ട്. നമ്മളൊന്നാമത് സമയമൊക്കെ ഒപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് സമയമില്ലാതെ KSRTC കയറും. അത് ഫ്രീ ആയിട്ട് പോകും. പിന്നെ അതെല്ലാം ആൾക്കാർ പോകും.